നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അമേരിക്ക ഇറാൻ യുദ്ധം, പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും വലിയ വലിയ ട്വിസ്റ്റുകൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കഴിഞ്ഞ ജൂൺ 17-ാം തീയതി ഒപ്പുവെച്ച ആ ഒരു കരാർ, അതിനുശേഷം വീണ്ടും കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ആരംഭിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ ചൊവ്വാഴ്ച ഇരു കക്ഷികളും തമ്മിൽ ഖത്തറിൽ ചർച്ച നടത്തുമെന്നൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ, ഇന്നലെ പറയുന്നതല്ല നാളെ പറയുന്നത് എന്ന രീതിയിലാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് അതിലൂടെ ഏത് റൂട്ടിലൂടെ, ഏത് കോറിഡോറിലൂടെ കപ്പലുകൾ സഞ്ചരിക്കണം എന്നതിനെയൊക്കെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഷെക്കേന 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സമാധാനത്തിന് വിഘാതം ആരുടെ പിടിവാശി? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ടി രമേശ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഞാൻ ഇൻട്രോയുടെ അവസാനം പറഞ്ഞ ഒരു കാര്യം, എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ട്വിസ്റ്റുകൾക്ക് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വേദിയാകുന്നത്? സമാധാനം എത്തി, അല്ലെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടെങ്കിലും ഒരു സമാധാനം സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആരാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത്? ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. ഈ ഒരു സിനിമ ഭയങ്കര സസ്പെൻസ് ഉള്ള സിനിമയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ത്രില്ലർ വന്നുകൊണ്ടിരിക്കും. 60 ദിവസം കൊണ്ട് ഈ സിനിമ ഓടിത്തീരുന്നതിനിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ശരിക്കുള്ള ആളുകളൊന്നും ഒപ്പിട്ടിട്ടില്ല. ഇതിനകത്ത് ഒപ്പിട്ടിട്ടുള്ളത് അമേരിക്കയും ഇറാനിലെ കാലിബാഫ്, പെഷേസ്കിയാൻ, അരാക്ചി ടീമാണ്. വാസ്തവത്തിൽ യുദ്ധത്തിലുള്ളത് ആരാണ്? യുദ്ധത്തിലുള്ളത് IRGC ഇസ്രായേലുമാണ്. അവരാണ് ഇതിന്റെ ശരിക്കുള്ള കക്ഷികൾ. ഈ രണ്ട് കക്ഷികളും അതിനകത്ത് ഒപ്പിട്ടില്ല എന്ന് മാത്രമല്ല, അവര് ആരെയും അനുസരിക്കുന്ന ആളുകളുമല്ല. ഇപ്പം IRGC എത്രത്തോളം ഈ പറയുന്ന കാലിബാഫ് ടീമിനെ അനുസരിക്കുമോ അത്രയൊക്കെ തന്നെ ഇസ്രായേൽ അമേരിക്കനെ അനുസരിക്കുള്ളൂ. അപ്പൊ ഇത് ഇവരെ ഒപ്പിട്ടതും യുദ്ധം ചെയ്യുന്നതും ഡിഫറന്റ് ആളുകളായതുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഹാമാസുമായിട്ടുള്ള സമാധാന കരാർ ഒപ്പിട്ടതിന് ശേഷം എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ നിരന്തരമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലെബനോണിൽ ഇപ്പൊ കരാർ 5 6 ആയി. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നു. കാരണം ഇതെല്ലാം ഒരേ ഇനമാണ്. ഇത് IRGC എക്സ്റ്റൻഡഡ് ഹാൻഡ്സ് ആണ് ഈ ഹെസ്ബുള്ള എന്ന് പറയുന്നത്, ഹമാസ് എന്ന് പറയുന്നത്. ഹൂതി മാത്രമാണ് കുറച്ച് അടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അവർ മാത്രം പ്രശ്നം അടങ്ങിയിരിക്കുന്നു. പുറത്തേക്ക് വന്നില്ല. പലതവണ പുറത്തേക്ക് വരുമെന്ന് പേടിപ്പിച്ചെങ്കിലും പുറത്തേക്ക് വരുന്നില്ല. എവിടെയോ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ടീമുകളൊക്കെ ആക്റ്റീവായിട്ട് ഹമാസിനെ അവിടെ ഇന്നലെയും അവരെ ആക്രമിച്ചിട്ടുണ്ട്. പറ്റുന്നത് പോലെ ഇസ്രായേൽ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ലെബനോണിൽ ആക്രമണം നടക്കുന്നു. ഇന്നലെ ഒരു ടണൽ നശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അവര് ലതാനി റിവറിന്റെ നോർത്തിലേക്ക് കടന്നിട്ടുണ്ട്. അവർ ലതാനി റിവറിന്റെ സൗത്താണ് ഇസ്രായേൽ ബഫർ സോണായിട്ട് വെക്കുമെന്ന് ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ അവര് സൗത്തിൽ നിന്നിട്ടില്ല. സൗത്ത് കടന്നവർ നോർത്തിലേക്ക് പോയിട്ടുണ്ട്. നെമാറ്റിയ എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ബ്രിഡ്ജ് പിടിക്കാൻ നിൽക്കുന്നുണ്ട്. വാക്കൗട്ട് ഫോർട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലൂടെ ഇവിടെ IRGCയെ സംബന്ധിച്ച് അവര് തന്നെയാണത്. ഈ ഹിസ്ബുള്ള ഈ സെയിം ആസ് IRGC. അപ്പൊ അവിടെ മുറിയുന്ന സമയത്ത് ഹിസ്ബുള്ളയ്ക്ക് ഇവിടെ നോക്കും. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? അവരെ കൊണ്ട് ഇസ്രായേലിനോട് ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ലതുപോലെ അവരെ ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. അപ്പൊ അവർക്കാകെ ചെയ്യാൻ പറ്റുന്നത് ഈ അടുത്ത് കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് തിരിച്ചാൻ പറ്റില്ല. അപ്പൊ അവര് ഓരോന്നും എടുത്തിട്ട് ഈ ഗൾഫ് രാജ്യങ്ങളെ തലക്കൊണ്ടിട്ട് അവരുടെ ദേഷ്യം തീർക്കാൻ. അപ്പൊ ഹോർമൂസിനെ സംബന്ധിച്ചുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഹോർമൂസിലെ ഉള്ളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ലറാഖിന്റെയും ഖ്വാഷം ഐലൻഡിന്റെ ഉള്ളിലുള്ള ലറാഖും ഖ്വാഷും ഒക്കെ ഈ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ ഇറാൻ രാജ്യത്തിന്റെ ഭാഗമായ ദ്വീപുകളാണ്. അപ്പൊ ആ 2 ദ്വീപുകളുടെ ഇടയിലൂടെയാണ് അതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി. അതിന്റെ എക്സിറ്റ് എൻട്രി എന്ന് പറയുന്നത് ഖാഷം ദ്വീപിന്റെയും ഇറാൻ മെയിൻലാൻഡിന്റെയും ഇടയിലൂടെയുള്ള വാട്ടേഴ്സിലൂടെയാണ്. അതാണ് കലാകാലങ്ങളായിട്ട് ഷിപ്പുകൾ കൊണ്ട് നടക്കുന്ന ഒരു റൂട്ട്. ഇപ്പൊ ഇന്റർനാഷണൽ വാട്ടേഴ്സ് ഇപ്പുറത്ത് ഉണ്ടെങ്കിലും സാധാരണ ഷിപ്പുകൾ പ്രിഫർ ചെയ്യുന്ന റൂട്ട് അതാണ്. കാരണം അവിടെ ആഴം കൂടുതലുണ്ട്. അപ്പൊ ഇപ്പോ ഈ അമേരിക്ക പറയുന്നത് ഇത് സെൻട്രലുള്ള മൊത്തം 44 കിലോമീറ്റർ ആണ്. 44 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നു. ആ 2 കിലോമീറ്റർ ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. ചിലത് 39 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഈ ഒമാന്റെയും ഇറാന്റെയും കൂടെ കടലുകൾ തമ്മിൽ മെർജ് ചെയ്യും. അപ്പൊ ഒമാന്റെ ഏത് ഇറാന്റെ ഏത് കൃത്യം പറയാൻ പറ്റത്തില്ല. എന്നാലും ശരി, ഇറാൻ ഈ ഒമാന്റെ തീരത്തേക്ക് വരുമ്പോൾ ഒമാന്റേതാണ്. അപ്പൊ ഈ ഒമാന്റെ തീരത്തോട് ചേർന്നുള്ള ഒരു പുതിയ ട്രാക്കാണ് ഇപ്പൊ അമേരിക്ക ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ ഇന്റർനാഷണൽ മാരിടൈം ഫ്ലോ നോക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ധാരാളം കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. നമുക്ക് നെറ്റിൽ നോക്കിയാൽ കാണാം. അവിടെ ധാരാളം കപ്പലുകൾ കടന്നു പോകുന്നു.
അങ്ങനെ കടന്നു പോകുന്ന ചില കപ്പലുകളെ IRGC ആക്രമിച്ചതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇവോൾവ് ചെയ്യുന്നത്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ജയിച്ചു എന്ന് കാണിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്, അമേരിക്കയുടെ രാജ്യത്ത്. IRGCയെ സംബന്ധിച്ച് തങ്ങൾ ചത്തിട്ടില്ല എന്ന് കാണിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പൊ അവര് ചത്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവര് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന കപ്പലുകളെ ആക്രമിക്കുന്നു. അങ്ങനെ ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന ടീമിനെ, ഫാരിബാഫ്, അരാക്ചി, പെഷേസ്കിയാൻ ടീമിനെ അവർ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ കയ്യിലേക്ക് ഇത് മുഴുവൻ എത്തിയിട്ടില്ല, ഇത് ഇപ്പോഴും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് അവർ പറയുന്നത് ഈ പറയുന്ന ടീമിനോടാണ്, നെഗോഷിയേറ്റ് ചെയ്യുന്ന ടീമിനോടാണ്. നേരെ മറിച്ച് ട്രംപിന് കാണിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇലക്ഷനേറ്റിനോടാണ്. ഇലക്ഷൻ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇവര് ഈ കപ്പലുകളെ ആക്രമിക്കുന്നത് ട്രംപിനോട് വെക്കാൻ പറ്റില്ല, കാരണം ഇന്റർനാഷണൽ മീഡിയയിൽ നിന്ന് വരും. അപ്പൊ ട്രംപിനെ തിരിച്ച് ആക്രമിക്കാതിരിക്കാൻ പറ്റുക. പ്രധാനമായിട്ടും ആക്രമിക്കപ്പെട്ടത് ലഡാക്ക് പേഷമൈലൻസും ഇറാന്റെ പെർഷ്യൻ ഗൾഫിലുള്ള പോർട്ടുകളുമാണ് ആക്രമിക്കപ്പെട്ടത്. അവിടെ നിന്നിട്ടാണ് ഇവര് റഡാറൊക്കെ വെച്ചിട്ട് ഈ ഷിപ്പുകൾ പോകുന്നത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. മിക്കവാറും ഷിപ്പുകളൊക്കെ AIS ഓഫ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ ഓണാക്കിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഓണാക്കിയിട്ട് പോയിട്ടുണ്ടാവും, അവനെ ട്രേസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും, മിക്കവാറും അവന്റെ വില കൊണ്ട് ചാമ്പിയിട്ടുണ്ടാവും. അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ അഭിലാഷ്, നമുക്കറിയാം ഈ ഹോർമുസ് കടലെടുക്ക് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ MOUയിലെ ഈ ആർട്ടിക്കിൾ 5 ഈ ഹോർമുസ് കടലെടുക്കിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രീ പാസേജ് ഉറപ്പാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ആ ഒരു നിബന്ധന അത് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, ഓരോരുത്തർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ച് ഈ ലോകത്തെ മുഴുവൻ ഒരു സാമ്പത്തികമായി ഒരു ബന്ധനാവസ്ഥയിൽ നിലനിർത്തുവാൻ ഈ ഹോർമുസ് കടലെടുക്ക് ഒരുപക്ഷെ ഈ നമ്മള് ഈ ഓയിൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ലോകത്തിന്റെ ഈ പ്രധാനപ്പെട്ട ഓയിൽ പാതയാണ്, ഒരു പ്രധാനപ്പെട്ട ജീവനാഡിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു തുറുപ്പുചീട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണോ? പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവസാനത്തെ ഒരു പിടിവള്ളിയില്ലേ ഹോർമുസ് കടലെടുക്കുക. അതിലൊരു പ്ലാൻ ബി ലോകരാജ്യങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുവരേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടില്ലേ ഡോക്ടർ അഭിലാഷ്? തീർച്ചയായും അതിക്രമിച്ചു എന്ന് മാത്രമല്ല, ഈ IRGC ഗ്രൂപ്പുകൾ ഈ ഒരു കടലെടുക്കിനെ നിയന്ത്രിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ്. ഇതുമായിട്ട് സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ US അംബാസിഡർ ടു ദ യുണൈറ്റഡ് നേഷൻസ് മൈക്ക് വാൾസ് നടത്തിയിരുന്നു. അതിൽ പറയുന്നത് 143 രാജ്യങ്ങൾ, UN-ൽ തന്നെ ഒരു റെക്കോർഡാണ്, 143 രാജ്യങ്ങൾ പറഞ്ഞു തോൽവിരിക്കുക അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ഹോർമുസ് കടലെടുക്കിൽ ഇറാൻ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഈവൻ ചൈനീസ് ഗവൺമെന്റ് പോലും പറയുകയുണ്ടായി അവർക്ക് ടോൾസും മറ്റ് ഫീസും ഒക്കെ എടുക്കാൻ പാടില്ല എന്ന്. സോ ഇപ്പോ ഈ ഹോർമുസ് കടലെടുക്കിനെ ലിവറേജ് ആക്കിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു സമ്മർദ്ദ തന്ത്രം അൾട്ടിമേറ്റ്ലി ലോകരാജ്യങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒന്നാണ്. അത്തരത്തിലൊരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സെമി അപ്രൂവലോട് കൂടി തന്നെ ഇതിനെ ഗ്ലോബലൈസ് ചെയ്യാനുള്ള സാധ്യത, ഹോർമുസിനെ ഗ്ലോബലൈസ് ചെയ്യാനുള്ള സാധ്യത വിദൂരമല്ല. കാരണം ഒരുപാട് രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് അവരുടെ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്റ്റഡ് ആവുന്നു, അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്നു. ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആശാസ്യമാണോ ഇല്ലയോ എന്ന ചിന്തയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒമാൻ ഇന്നലെ ഇവിടെ ഹോർമുസിലെ ടോൾ ഓഫീസോ പിരിക്കുന്നതിനെ ഇറാൻ വെച്ച നിർദ്ദേശത്തെ റിജക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും നോക്കിയാൽ ഹോർമുസ് എന്ന് പറയുന്ന തുറുപ്പുചീട്ട് ഉപയോഗിക്കുന്നത് ഇറാന്റെ IRGCയുടെ കഷ്ടകാലത്തിന്റെ ആരംഭമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ജോസ് ജോൺ മല്ലിശ്ശേരി, മറ്റൊരു ആസ്പെക്ടിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ വരുന്ന ജൂലൈ 4 അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിനം, ഒപ്പം തന്നെ ഈ ആയത്തുള്ള ഖമേനിയുടെ വിലാപയാത്ര, സംസ്കാര ചടങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നു. അപ്പോൾ അത് ഇറാനിലെ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ജനങ്ങളെ കുറെ കൂടി വൈകാരികമായിട്ട് ഇളക്കി വിടുവാൻ അവർ ആ ദിനങ്ങൾ ഉപയോഗിക്കുവാനുള്ള ഒരു സാധ്യതയില്ലേ? അതേസമയം തന്നെ ഇപ്പുറത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിലാണ് 250-ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ താൻ ശക്തനായിട്ടുള്ള പ്രസിഡന്റാണ്, താനാണ് വിജയിച്ചത് എന്ന് കാണിക്കേണ്ട ഒരു ബാധ്യത ട്രംപിന് കൂടിയുണ്ട്. അപ്പോൾ ഈ വരുന്ന ജൂലൈ ഫസ്റ്റ് വീക്ക് മുതലുള്ള ദിനങ്ങൾ അതീവ നിർണായകം തന്നെയായിരിക്കില്ലേ മധ്യപൂർവേഷ്യയിലെ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ? ഡോക്ടർ ജോസ് ജോൺ മല്ലിശ്ശേരി. നിശ്ചയമായിട്ടും വളരെ ക്രിട്ടിക്കലാണ്. കാരണം ഇത് ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേറൊരാൾ ചെയ്യുന്ന കാര്യമാണ്. ഈ തേർഡ് പേഴ്സൺ ഇത് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്നുള്ളത് വലിയ വിഷയമാണ്. ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് നവംബർ 6 ഇലക്ഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പ്രശ്നം തന്നെയാണ്. പക്ഷെ അവിടെ പരീക്ഷിക്കപ്പെടുന്ന സീറ്റുകൾ കൂടുതൽ ഡെമോക്രാറ്റ്സിന്റെ സീറ്റുകളാണ്. അതുകൊണ്ട് ഇലക്ഷൻ കൂടുതൽ റിസ്ക് ഉള്ളത് ഡെമോക്രാറ്റ്സ്. അപ്പൊ അതില് ഈ ഏത് തരത്തിൽ ഇലക്ഷൻ വരും എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് ഇലക്ഷൻ കഴിയുന്ന സമയത്ത് റിസൾട്ട് എന്തായാലും ശരി ട്രംപിന്റെ സ്വഭാവം മാറും, അത് വേറെ കാര്യം. അപ്പൊ ഈ ഒരു ഇലക്ഷൻ എത്തുന്നത് വരെ ഇപ്പൊ അമേരിക്കയുടെ ഈ പറഞ്ഞ 250-ാമത്തെ സ്വാതന്ത്ര്യ ദിനമൊക്കെ വളരെ
കളർഫുൾ ആയിട്ട് ആഘോഷിക്കേണ്ട അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അതേസമയത്ത് ഈ ഖമനേയുടെ ശവസംസ്കാരം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രധാനമാണ്. കാരണം സുലൈമാനിയുടെ ശവസംസ്കാരം 2020 സംഘടിപ്പിച്ചത് രാജ്യം മുഴുവനും ചേർന്നിട്ടാണ്. ഖാസിം സുലൈമാനിയുടെ ശവസംസ്കാരം. ഖാസിം സുലൈമാനി എന്ന് പറയുന്നത് ഖമനയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. ഖമനൈ ആയിരുന്നില്ല, ഇപ്പോഴിത് ഖമനൈയാണ്. അപ്പൊ ഖമനൈക്ക് ഏറ്റവും വലിയ ശവസംസ്കാരം കൊടുക്കേണ്ടത് ഈ പറയുന്ന IRGCയുടെ ഏറ്റവും വലിയ സ്വപ്നവും മോഹവും ഒക്കെ ആയി. അപ്പൊ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ മുങ്ങിക്കിടക്കുന്ന ഒരു ഖമനൈ ഉണ്ടല്ലോ, മോൻ ഖമനൈ. ഈ മോൻ ഖമനൈ പുറത്തു വരുമോ എന്നൊരു ചോദ്യമാണ് ഇതിനകത്ത് ഒന്നാമത്തെ വിഷയം. രണ്ടിപ്പോ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രിയെ തന്നെ അവർ ആവശ്യപ്പെട്ടു. കാരണം ഈ പരിപാടിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി. മാത്രമല്ല ഇത്ര സെക്യൂരിറ്റി കിട്ടുമല്ലോ. ഇപ്പൊ മോഡിയൊക്കെ അവിടെ ഉണ്ട്, പിന്നെ ഇസ്രായേലിന്റെ ബോംബിനെ അത്ര മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കാം മോഡിയെ ചോദിച്ചു. എന്തായാലും മോഡി പറഞ്ഞു നമുക്ക് വരാൻ സമയമില്ല, നമ്മൾ ഇവിടുന്ന് ഒരു മിനിസ്റ്റർ സ്റ്റേറ്റിനെ വിടുന്നുണ്ട്, സഹമന്ത്രിയെ മാത്രമേ വിടുന്നുള്ളൂ. അതിപ്പം ന്യൂസായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ മറ്റ് രാജ്യങ്ങള് ഈ ഇറാന്റെ അല്ലെങ്കിൽ IRGCയുടെ ഹോർമോസിലെ പ്രകടനത്തോട് അങ്ങേയറ്റം വിരക്തിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മെസ്സേജാണ് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ശരിക്കും ഇറാന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അത്രയൊന്നും ഇമ്പോർട്ടന്റ് ആയ ഒരു മന്ത്രിയെ പോലെ അയക്കുന്നില്ല, ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിനെ മാത്രമേ ഈ ഒരു കാര്യത്തിന് അയക്കുന്നുള്ളൂ എന്നുള്ളത് വയ്ക്കുമ്പോൾ ഇറാനെ നമ്മൾ അത്രത്തോളം പരിഗണിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഈ ഖമനൈ എന്ന് പറയുന്ന IRGCയുടെ തലവനെ അത്രയും പരിഗണിച്ചിട്ടുള്ളൂ എന്നൊരു സൂചനയാണെന്നുള്ളത്. ഇറാനെ അല്ല, IRGC എന്ന് പറയുന്ന ഭീകര സംഘടന. അപ്പൊ രണ്ടുപേരെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തിരിച്ചടികൾക്കുള്ള സാധ്യത കുറവാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് ഖമനൈയുടെ ശവസംസ്കാരം ഭംഗിയായിട്ട് നടത്തേണ്ടതുകൊണ്ട് ആവശ്യമുണ്ട്. അവർ എന്താണ് തുടരുന്ന അറിയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ബോഡി ബാക്കിയുണ്ടോ. എന്തായാലും അവർക്കത് നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് അവർ കുറച്ച് അടങ്ങാനാണ് സാധ്യത എന്നാണ് എന്റെ വിചാരം. ഇങ്ങോട്ട് കിട്ടാതെ അമേരിക്ക അങ്ങോട്ടൊന്നും ചെയ്യാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം നാക്കുകൊണ്ട് യുദ്ധം ചെയ്തതിനാണ് അദ്ദേഹം കൂടുതൽ വൈദഗ്ധ്യം കാണിക്കാറ്. അത് പിന്നെ ഒരു അവസാനത്തെ സ്റ്റേജിൽ മാത്രമാണ് അദ്ദേഹം ഈ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത്, നിവൃത്തിയിടവും മാത്രമാണ്. അപ്പൊ ഇതങ്ങനെ കൊണ്ടുകൊടുത്ത് തന്നെ പോകും. നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനാവില്ല ഏത് നിമിഷവും എന്ത് സംഭവിക്കും. കാരണം ഞാൻ പറഞ്ഞതാണ് ഇതിനകത്ത് അടിസ്ഥാന കാരണം. അത് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇസ്രായേലും IRGCയാണ്. ഇവർ രണ്ടുപേരും ഇതിനകത്ത് പാർട്ടിയല്ല. ഇവർ ആര് പിടിച്ചാലോട്ട് നിൽക്കുന്നു. അതാണ് ഇതിനകത്ത് സംഘം. നമ്മൾ ഈ ഖമനയുടെ മൃതസംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ലോട്ടറി ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഹിസ്ബുള്ളകളുടെ നേതാക്കൾ അല്ലെങ്കിൽ ഹമാസിന്റെ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ ഇവരുടെ കയ്യാളുകളായിട്ടുള്ള തീവ്രവാദ നേതാക്കളൊക്കെ ഏതെങ്കിലുമൊക്കെ ദിവസം ഇറാനിൽ വന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ കണ്ടതുപോലെ മൊസാദിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ത്രസിപ്പിക്കുന്ന ഓപ്പറേഷൻ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അമേരിക്ക ഇപ്പൊ ഈ ആക്രമണത്തിന്റെ ഒരു ലക്ഷ്യം അമേരിക്കയൊക്കെ കൊണ്ട് ഇസ്രായേൽ അത്തരം ആക്രമണങ്ങൾ നടത്തുകയില്ല എന്നുള്ള ഉറപ്പ് വാങ്ങാനും കൂടി ആയിരിക്കണം. ഇതൊരു പാക്റ്റിലല്ലേ പോകുള്ളൂ. ഇപ്പൊ ഒരു പറയുന്നത് 14 പോയിന്റ്സ് ഉള്ള മെമ്മോറാണ്ടം എന്ന് പറയുന്നത് നമ്മളെ കാലത്ത് മെമ്മോറാണ്ടം ഒന്നും അല്ല ശരിക്കുള്ള മെമ്മോറാണ്ടം. അത് വേറെയാണ്. ആ മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെ എഴുതി പിടിക്കുന്ന ആർക്കും പറയാൻ പാടില്ല. അത് റിലീസ് ചെയ്യാത്തത് ഇറാന്റെ ആവശ്യപ്രകാരമാണെന്നാണ് ഇന്റർനാഷണൽ മീഡിയകൾ പറയുന്നത്. കാരണം അവർക്ക് കൊണ്ടുപോയി IRGCനെ കാണിക്കാൻ പറ്റില്ല. IRGCനെ കാണിക്കാവുന്ന കണ്ടീഷനിലല്ല ഈ 16 കാര്യങ്ങൾ ഉള്ളത്. കാരണം ട്രംപ് പറഞ്ഞല്ലോ $14 ബില്യൺ അല്ല കൊടുക്കുന്നത്, അതിനുള്ള ധാന്യമാണ് കൊടുക്കുന്നതെന്നാണ് ട്രംപ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തു പറയാൻ പറ്റും. അപ്പൊ അവര് പ്രഷറൈസ് ചെയ്ത് ഈ ഖമനൈയുടെ ശവസംസ്കാരം ഭംഗിയായി നടത്താനുള്ള ഒരു ഉറപ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വാങ്ങാനും കൂടി ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പുറം ഈ ആക്രമണം സംഘടിപ്പിച്ചുള്ളതെന്നും വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. കാരണം അവിടെ അമേരിക്കയിൽ നിന്ന് വലിയ ഒഫീഷ്യൽസ് ഈ കാര്യത്തിന് വരാൻ സാധ്യതയില്ല. വിറ്റ്കോഫോ ആരെങ്കിലും വരും, ഇവിടെ ഖത്തറിന്റെയും പാകിസ്ഥാന്റെ ആളുകൾ ഉണ്ടാവും. ഈ ഒരു 1-2 ഉറപ്പുകളാണ് വസ്തുത അമേരിക്കയുടെ ഭാഗത്ത് ഇവർ ആഗ്രഹിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അവർക്കറിയാം അമേരിക്കയുടെ മുട്ടിയൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പൊ ട്രംപ് പറയുന്നത് ചെറിയ തോതിൽ ഇവരെ ആക്രമിക്കാൻ പറ്റില്ല, ഇത് ചെയ്താൽ വലുതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. അത് വാസ്തവമാണ്. ഡോക്ടർ അഭിലാഷ്, നമ്മൾ മറ്റൊരു ഇസ്രായേലിലേക്ക് ഒന്ന് വന്നു കഴിയുമ്പോൾ ഈ കഴിഞ്ഞ കുറെ ആഴ്ചകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഇസ്രായേൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത ഏതെങ്കിലും ഘട്ടത്തിൽ വരാൻ സാധ്യതയുണ്ടോ? അതായത് പലപ്പോഴും നമുക്കറിയാം ഈ പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് സ്വന്തം നിലനിൽപ്പാണ്, അവരുടെ പ്രതിരോധമാണ്, സ്വയം പ്രതിരോധമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതം. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല ഫാക്ടേഴ്സും അവിടെ കളിക്കുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ഈ ഓയിലിന്റെ വില, അങ്ങനെ പല വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഈ പശ്ചിമേഷ്യയിൽ അമേരിക്ക നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു വിഘാതം സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെതന്യാഹു അതിനെ സംബന്ധിച്ച് ചില പ്രതികരണങ്ങളൊക്കെ, ചില സൂചനകളൊക്കെ നൽകിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ ആയുധങ്ങൾ സംഭരിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷന്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ ഈ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അമേരിക്കയ്ക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഇസ്രായേൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നീങ്ങാനുള്ള ഒരു സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുമോ ഡോക്ടർ അഭിലാഷ്? പല കാലയളവിലും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ മിലിറ്ററി എൻഗേജ്മെന്റ്സിന്റെ കാര്യത്തിലൊക്കെ തർക്കങ്ങൾ രൂക്ഷമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി
രണ്ടുപേർക്കും പരസ്പരം വളരെയധികം വേണ്ടതാണ്. കാരണം അമേരിക്കയുടെ നാച്ചുറൽ അലൈ ഇസ്രായേലും ഇസ്രായേലിന്റെ നാച്ചുറൽ അലൈ അമേരിക്കയുമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക സഖ്യത്തിനകത്തുണ്ടാകുന്ന കല്ലുകടികളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒക്കെ ഉള്ളതിനപ്പുറത്തേക്ക് ഒരിക്കലും പരസ്പരം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ പരസ്പരം വിട്ടുപോവുകയോ ചെയ്യുന്ന രീതിയിലേക്ക് നയതന്ത്ര ബന്ധം ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ആ തരത്തിലേക്ക് വഷളാവാനിടയില്ല. പക്ഷെ നെതന്യാഹു ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം അമേരിക്കയിൽ നിന്ന് മാറിയിട്ട് വെപ്പൺസ് മാനുഫാക്ചറിങ് ഓട്ടോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അവർ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് അമേരിക്കയിൽ മാത്രമാവരുത് എന്നൊരു ചിന്ത കൂടി വരുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ ഇസ്രായേലിന് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചില തരത്തിലുള്ള എതിർപ്പുകളൊക്കെ നേരിടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഭാവിയിലേക്ക് ഒരു സെക്യൂരിറ്റി ലിവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് രാജ്യത്തിനായാലും ആയുധങ്ങളുടെ ഓട്ടോണമൈസേഷൻ ഒരു വളരെ പ്രധാന ഘടകമാണ്. ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും നമ്മൾ റഫേൽ വാങ്ങുന്ന സമയത്ത്, റഫേൽ അഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ കിറ്റ് ടെക്നോളജിയാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലൊക്കെയുള്ള ആവശ്യങ്ങൾ ഇസ്രായേലിനുമുണ്ട്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കിയാൽ GCC രാജ്യങ്ങളിൽ ഇനി ആര് തന്നെ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ പോലും സ്വന്തം ജനതയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പോളിസി. ആ നയത്തിൽ നിന്ന് ഇസ്രായേൽ ഒരു കാലത്തും വ്യതിചലിക്കുകയില്ല. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ഏതറ്റം വരെ പോവുകയും ചെയ്യും. നിങ്ങളെ അടുത്ത് തന്നെ ഹെസ്ബുള്ളയോട് നമ്മുടെ ലെബനനുമായിട്ട് നടന്ന ചർച്ചയ്ക്കകത്ത് ഇസ്രായേൽ സേന, ഇസ്രായേൽ ഗവൺമെന്റ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞങ്ങൾ വിഡ്രോ ചെയ്യാം എങ്ങനെയാണെങ്കിൽ ഹെസ്ബുള്ള മാറിയിട്ട് ലെബനീസ് ആർമി ഇവർക്കെതിരെ ഹെസ്ബുള്ളക്കെതിരെ നിൽക്കുകയാണെങ്കിൽ, അങ്ങനെ ലെബനീസ് ആർമി ഹെസ്ബുള്ളയെ നേരിടാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ വിഡ്രോ ചെയ്യാവുന്ന ഒരു ഓഫർ വരെ അവർ വെച്ചിട്ടുണ്ട്. സോ അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എക്സിസ്റ്റൻസ് വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലാണ് അവരുടെ ഫോറിൻ പോളിസിയും അവരുടെ എല്ലാ നയങ്ങളും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഈ സമാധാന കരാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പാകിസ്ഥാൻ വല്ലാതെ അങ്ങ് ലോകത്തിന് മുന്നിൽ ആള് കളിക്കാൻ നോക്കുന്നുണ്ട്. നമുക്കറിയാം അവരുടെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം, ഈ ബലൂചിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ ചുറ്റിലും പല പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തങ്ങൾ എന്തോ സമാധാനത്തിന്റെ വക്താക്കളാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ ഒരു തരത്തിൽ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു ഷോ കാണിക്കുന്നത്. അത് ഈ അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ഒരു മനോഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉലച്ചിൽ സൃഷ്ടിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടോ? പാകിസ്ഥാന് ഈ ഒരു വിഷയത്തിൽ എന്താണ് ഒരു നേട്ടം, ഡോക്ടർ അഭിലാഷ്? പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള അവർ പിടിച്ചടക്കിയിട്ടുള്ള ഭാരതത്തിന്റെ ഭാഗങ്ങളുണ്ടല്ലോ, കാശ്മീരിന്റെ സൈഡിലുള്ള, അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ പ്രോവിൻസിലും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് പാകിസ്ഥാന്റെ അടിസ്ഥാന ഘടന പോലും തകരാറിലാവുന്ന രീതിയിലേക്ക് ഈ പ്രക്ഷോഭങ്ങൾ വളരുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ റോൾ എന്താണ് എന്നുള്ളത് ഒരു മീഡിയേറ്റർ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഈ പറയുന്ന പുതിയ ഇന്റർവെൻഷൻസിൽ ഒന്നും തന്നെ പാകിസ്ഥാനില്ല. ഇപ്പോൾ നടക്കുന്ന റിക്കൺസിലിയേഷൻ എഫേർട്സിലോ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളിലോ ഉള്ളത് ടർക്കിയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങളാണ്, ഖത്തറാണ്. കാരണം പാകിസ്ഥാനെ ഇടയ്ക്ക് നിർത്തിയത് കൊണ്ട് ഇവർക്ക് ആകെ ഉണ്ടായത്, അമേരിക്കയ്ക്കായാലും അതുപോലെ ഇറാൻ ആയാലും ആകെ ഉണ്ടായത് നഷ്ടങ്ങൾ മാത്രമാണ്. കാരണം കബളിപ്പിക്കുക, വഞ്ചിക്കുക, നുണ പറയുക തുടങ്ങിയിട്ടുള്ളവയൊക്കെ ജന്മസിദ്ധമായ സ്വഭാവമാണ് പാകിസ്ഥാന്റെ. ഈ പാകിസ്ഥാനെ അന്താരാഷ്ട്ര വേദികളിൽ ഒരിടത്തും ആനയിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിന് അർഹതയില്ലാത്തവരാണെന്നുള്ള അവർ തന്നെ തെളിയിച്ചു കഴിഞ്ഞത്. സോ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ റോൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ റോളല്ല. ഇന്ത്യയുടെ റോൾ എന്ന് പറഞ്ഞാൽ സമാധാനം പുനഃസ്ഥാപിച്ച് പുതിയ വഴി കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഗൈഡിങ് പവറാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീഡിയേഷൻ പോലുള്ള ചെറിയ കാര്യങ്ങളിലായിരിക്കില്ല നമ്മളത് ഒരുപക്ഷെ ഇടപെടാനുള്ള സാധ്യത എന്തെങ്കിലും ഉരുത്തിരിഞ്ഞു വന്നാൽ അത് ഒരു ഇറാന്റെ പുനർനിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോക സമാധാനത്തിന് മിഡിൽ ഈസ്റ്റിന്റെ ഒരു സെക്യൂരിറ്റി അംബ്രല്ലായിട്ട് നമ്മൾ മാറുകയൊക്കെ ചെയ്യുന്ന വലിയ ഗോൾസിലാണ് നമ്മളെ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു വരാൻ പോകുന്ന ഒരു യാത്ര. ഡോക്ടർ ജോസ് മല്ലികശ്ശേരി, പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ഇവരുടെ പട്ടാള ജനറലിനെ കൊലപ്പെടുത്താൻ മൊസാദ് നിർദ്ദേശം നൽകി. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് പാകിസ്ഥാൻ ഇസ്രായേലിന് നിർദ്ദേശം നൽകുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരുപക്ഷെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് പണി മേടിച്ചു കൂട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാം, അല്ലെ? ഇസ്രായേലിലെ ശത്രുക്കളെ സംബന്ധിച്ച് അവരുടെ ജീവന് യാതൊരു ഗ്യാരണ്ടിയില്ല. അത് ഏത് സമയത്ത് അവിടെ ചെറുക്കപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. പാകിസ്ഥാനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന പീസ് ബ്രോക്കർ എന്നാണ്. മീഡിയേറ്റർ എന്നല്ല, പീസ് ബ്രോക്കർ, അതാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ബ്രോക്കറുടെ പണി എന്താ? ബ്രോക്കറുടെ പണി ഓരോ പക്ഷത്തിനും ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഒരു സംഗതിയുണ്ട്. ആ സംഗതി വെച്ച് അവർ ഇറാനോട് സംസാരിക്കുന്നത് ഒരു ഭാഷയായിരിക്കും, അമേരിക്കയോട് സംസാരിക്കുന്നത് വേറൊരു ഭാഷയായിരിക്കും. പീസ് ബ്രോക്കർ എന്നൊരു
ഒരു ഭാഷയാണ് ഈ പാകിസ്ഥാനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ, ഒരു ബ്രോക്കറുടെ റോള് മാത്രമേ ഉള്ളൂ. ആക്ച്വൽ ആയിട്ട് പീസ് കൊണ്ടുവരേണ്ടത് ഈ പറയുന്ന ഇറാനും അമേരിക്കയും നേരിട്ടാണ്. അതിന്റെ ഇടയിൽ ഇരിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞില്ല. ബ്രോക്കർമാർ കാര്യം കഴിഞ്ഞാൽ പുറത്തു പോകും. പിന്നെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഖത്തറിനെ പോലെ മാന്യന്മാരായിട്ടുള്ള ആളുകളാണ് അതിനകത്ത് പ്രധാനമായിട്ട്. ഇപ്പൊ ഖത്തറിന്റെ കാരണം ഇവർക്കൊക്കെയാണ് ഈ പറയുന്ന ഈ IRGC പോലത്തെ ആളുകളോട് ബന്ധമുള്ളൂ. ഖത്തറാണ് ദീർഘകാലം ഹമാസിനെ പോറ്റിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും IRGCയുമായിട്ട് ഖത്തറിന് നല്ല ബന്ധമുണ്ട്. പാകിസ്ഥാൻ ഇതിനകത്തുള്ള റോൾ എന്താ? ലോകത്തുള്ള സർവ്വ ഭീകരന്മാരെ കൂറ്റുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കും ഈ കൂട്ടരുമായിട്ട് ബന്ധമുണ്ടാവും. അപ്പൊ ഈ പറയുന്ന ഭീകര പ്രവർത്തകരുമായി ബന്ധമുള്ള രണ്ടാളുകളെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം. അപ്പൊ അതിനുവേണ്ടിയാണ് പിന്നെ ഈ മറ്റേ പാകിസ്ഥാന്റെ പട്ടാള നേതാവിന് ചോറ് കൊടുക്കുന്നു, ഇങ്ങനത്തെ ഷോ ഒക്കെ കാണിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം പറമ്പ് കേൾക്കുന്നവരെ വിളിച്ച് മെസ്സേജ് ഇരുത്താന്ന് പറയുന്നത് അവർ ചില്ലറ കാര്യമാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കമ്പാരിസൺ ഉള്ള ഇന്റർനാഷണൽ സെനേറിയോയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യാതൊരു സെനേറിയോയില്ല. ഇന്ത്യ നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ്. സൈനികമായിട്ട് വളരുന്ന ഒരു രാജ്യമാണ്. എല്ലാ തരത്തിലും വളരുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാനും ദിനം പ്രതി താഴോട്ട് പോകുന്ന രാജ്യമാണ്. ഇവരുടെ നാട്ടിലെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രക്ഷോഭം നടക്കുന്നവരെ പാറ്റാ പ്രക്ഷോഭം പറയുന്ന പരിപാടിയല്ല. ഇവരുടെ നാട്ടിലെ പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബോടുള്ള കളിയാണ്. അവരുടെ പിന്നെ പട്ടാളത്തിനും മിലിറ്ററിക്കും എതിരെ ബോംബുമായിട്ട് പിന്നെ ചാവേറുകൾ ചെന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അത്ര എളുപ്പത്തിൽ നല്ലത് കൈകാര്യം ചെയ്യാനേ പറ്റാത്ത വിഷയമാണ്. അപ്പൊ പാകിസ്ഥാൻ ഇങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ലോകത്തിന് മുൻപിൽ ഷൈൻ ചെയ്യുവാനും ഒരു പക്ഷേ ഇവരുടെ നാട്ടുകാരെ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു പറ്റിക്കുവാനും നമ്മൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞു പറ്റിക്കുവാനും അമേരിക്കയുടെ മുറ്റത്ത് പോയിരുന്ന് സൂട്ടും കോട്ടും കിട്ടുന്ന ഫോട്ടോ എടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. കാരണം ഇറാൻ തന്നെ പറഞ്ഞു പാകിസ്ഥാൻ വഞ്ചകരാണ് എന്ന്. ഇറാന്റെ ഭാഷ, ഇറാന്റെ വായിൽ തന്നെ ഇറാൻ പറഞ്ഞു പാകിസ്ഥാൻ വഞ്ചകരാണ് എന്ന് പറഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഒരു ഭാഷ ഉപയോഗിച്ചില്ല. എന്തായാലും ഇറാൻ ആ ഭാഷ ഉപയോഗിച്ചു, വഞ്ചകരാണ് എന്നുള്ള ഭാഷ ഉപയോഗിച്ചു. അതിനുശേഷമാണ് ഈ ഖത്തർ ഇതിനകത്ത് മെയിൻ റോളിലേക്ക് വരുന്നത്. സൗദിയും ഈജിപ്തും ഇന്നിപ്പോ സൗദി ഇന്ന് അവരുടെ മിസ്ര ചൈനയെ പോയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ചൈനയെ ഉപയോഗിച്ച് ഇറാനെ പിടിച്ചു കെട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അവർ ചൈനയിൽ പോയത് നമുക്ക് വിചാരിക്കാം. എന്തായാലും എല്ലാ ഭാഗത്തും എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ IRGC രാജ്യങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ ടർക്കിയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ടർക്കി അതിനുള്ള ഇസ്രായേലിന്റെ പാർലമെന്റ് ഇന്നലെ അർമേനിയയിലെ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല നടത്തിയതിനെ സംബന്ധിച്ചൊരു പ്രമേയമൊക്കെ പാസ്സാക്കിയത് വായിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് ജീനോസൈഡ് ആണ് എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കി. അത് ടർക്കിക്ക് വരാത്ത നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ടർക്കി ഇന്നലെ ഇവിടെ പിന്നെ ഗാസയിൽ ഇസ്രായേൽ ജീനോസൈഡ് നടത്തുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ പറയുന്ന ടർക്കിയും ഇസ്രായേലും തമ്മിലുള്ള വാഗ്ധോരണിയൊക്കെ ചെറിയ കാര്യങ്ങളല്ല. അതൊക്കെ വരാനിരിക്കുന്ന ചില കാര്യങ്ങളുടെ സൂചനയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ശാസ്ത്രികളെയൊക്കെ അവർ ഇയർമാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എർദോഗനാണെങ്കിലും ശരി, പാകിസ്ഥാനിലെ പട്ടാള മേധാവി ആണെങ്കിലും ശരി, അവർ വളരെ സൂക്ഷിച്ച പുറത്തിറക്കുന്നത് വളരെ ഉറപ്പുള്ള സംഗതിയാണ്. ഇനിയിപ്പോ ഈ പറയുന്ന ഖമനയുടെ ശവസംസ്കാരത്തിന് സമയത്ത് മോൻ ഖമനയി എങ്ങനെ വരും എന്നുള്ളൊരു വിഷയമുണ്ട്. ഒരുപക്ഷെ അയാളെ അവിടെ കൊണ്ടുവരാതിരിക്കാൻ അവർക്ക് വേണമെങ്കിൽ ഇതൊരു ന്യായം പറയാവുന്നതാണ്. IRGC മൊസാദിനെ പേടിച്ചിട്ട് ഞങ്ങൾ ഈ പുള്ളിനെ പുറത്തിറക്കാതെ, ചിലപ്പോൾ പുള്ളി കാണുകയില്ല. അപ്പൊ കാണാത്ത ആളെ പുറത്തിറക്കാതിരിക്കാൻ വേണമെങ്കിൽ ഒരു കാരണമായിട്ട് താനും പറയാം, ഇത് ഇയാളുടെ ജീവനും ഭീഷണിയുള്ളത് കൊണ്ട് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് വേണമെങ്കിൽ ഒരു നാടകം അവിടെ കളിക്കാവുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരുന്ന് കാണാം മധ്യപൂർവേഷ്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത്. വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്തൊക്കെ തന്നെയായാലും ശാശ്വതമായിട്ടുള്ള സമാധാനം മേഖലയിൽ തുടരട്ടെ. തീവ്രവാദ ശക്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകരാജ്യങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഡോക്ടർ അഭിലാഷ് ജി രമേശ്, രണ്ടുപേർക്കും നന്ദി.